Hello friends, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം നിങ്ങളൊരു ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ചെയ്യുക youtube.com. നിങ്ങൾ youtube.com എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യൂട്യൂബിന്റെ വെബ്സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് ഞാനിവിടെ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ഞാനിവിടെ സൈൻ ഇൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇവിടെ ഇടത് സൈഡിലായിട്ട് കുറേ ഓപ്ഷനുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ മൈ ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതിന്റെ ബാക്കിയായിട്ടാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നത്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇനി നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കാം. അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, സെലക്ട് ഫയൽ ടു അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ എഴുതി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആരോയുടെ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇതിൽ നിങ്ങളുടെ കർസർ കൊണ്ടുവരുമ്പോൾ തന്നെ അത് റെഡ് കളർ ആകുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എവിടെയാണോ വീഡിയോ നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത്, അവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നിന്നും ഒരു ചെറിയ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, ഇവിടെ അപ്ലോഡിംഗ് നടക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഹൗ ടു മേക്ക് എ തീം വീഡിയോ എന്നാണ്. ഇത് ഞാൻ ആ വീഡിയോയ്ക്ക് എന്ത് പേരാണോ ഇട്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ഇവിടെ ഒന്ന് കൊടുക്കാൻ സാധിക്കും. ഞാൻ അതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്ത് പുതുതായിട്ട് എഴുതണമെങ്കിൽ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അതിൽ എഴുതണമെങ്കിൽ അതിവിടെ എഴുതാൻ സാധിക്കും. ഞാൻ ഈ ടൈറ്റിൽ തന്നെ കോപ്പി ചെയ്ത് ഡിസ്ക്രിപ്ഷനിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ഈ വീഡിയോ ഇപ്പോൾ ഏകദേശം അപ്ലോഡായി. അതിനുശേഷം പ്രോസസ്സിംഗ് 95% ആയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അതിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾക്ക് ടാഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നോക്കാം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ടാഗ് ഇവിടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും യൂട്യൂബിൽ നിങ്ങളുടെ വീഡിയോകൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ തീം വീഡിയോ എന്ന് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ ടാഗ്സിൽ തീം വീഡിയോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോ അവരുടെ സെർച്ചിൽ അവർക്ക് കാണാൻ സാധിക്കും. കാരണം ഒരുപാട് വീഡിയോകൾ ഇതുപോലുള്ളത് യൂട്യൂബിലുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയും ആരെങ്കിലും എവിടെങ്കിലും ഇരുന്ന് സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളുടെ വീഡിയോയും ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ടാഗുകൾ ഇവിടെ കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഹൗ ടു എന്നൊരു ടാഗ് കൊടുത്തു. അതിനുശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം മേക്ക് എ തീം, അതിനുശേഷം മേക്ക് എ തീം വീഡിയോ. നിങ്ങൾക്ക് ഇവിടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഇവിടെ കൊടുക്കാൻ സാധിക്കും. മലയാളം പഠിക്കാം. അതിനുശേഷം വീണ്ടും അങ്ങനെ ഞാനിവിടെ സ്പേസ് കൊടുത്തിട്ടൊന്ന് എഴുതി, അതിനുശേഷം സ്പേസ് ഇല്ലാതെ എഴുതി. നിങ്ങൾക്ക് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഏത് രീതിയിലാണോ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളത് അതുപോലെ നിങ്ങൾക്ക് ടാഗുകൾ കൊടുക്കാൻ സാധിക്കും. നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട ടാഗുകൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള വേർഡുകൾ നിങ്ങൾ ഇവിടെ ടാഗായിട്ട് കൊടുക്കുക. അതിനുശേഷം നോക്കുക, ഇവിടെ നിങ്ങൾക്ക് പബ്ലിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഞാനിവിടെ പബ്ലിക് എന്നുള്ളത് മാറ്റി പ്രൈവറ്റ് എന്നാക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ വീഡിയോ അപ്ലോഡിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബേസിക് ഇൻഫർമേഷൻ, ട്രാൻസ്ലേഷൻ, അഡ്വാൻസ്ഡ് സെറ്റിംഗ്.
ഇവിടെ നമ്മളിപ്പോൾ ബേസിക് ഇൻഫർമേഷൻ ആണ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ വീഡിയോയ്ക്ക് ഒരു ഹെഡിങ് കൊടുത്തു, അതേപോലെ ടാഗ്സ് കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഒന്നും പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സിൽ ഒന്ന് നോക്കാം. ഞാൻ അഡ്വാൻസ്ഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നോക്കുക, കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ വീഡിയോ ഏത് രീതിയിലുള്ള വീഡിയോ ആണെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ എൻ്റെ വീഡിയോ ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഏത് ലാംഗ്വേജിലുള്ള വീഡിയോ ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അതിവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്യുകയാണ്. ഞാൻ മലയാളം വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ നിന്നും മലയാളം സെലക്ട് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിഫോൾട്ട് ആയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ വെക്കുക. കൂടുതലായിട്ട് ഇതിൻ്റെ അതിൽ ചേഞ്ചസ് വരുത്തേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും ബേസിക് ഇൻഫർമേഷൻ എന്നുള്ളതിൽ പ്രസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിലേക്ക് ഇത് പബ്ലിഷ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ യൂട്യൂബിൽ ഈ വീഡിയോ വരും. നോക്കുക, ഇവിടെ നിന്ന് ഞാൻ പബ്ലിഷ് എന്നുള്ളത് പ്രസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൗ ടു മേക്ക് എ ടീം വീഡിയോ. ഞാൻ ഹെഡിങ് കൊടുത്ത് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ എൻ്റെ ആ വീഡിയോയുടെ URL ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണിത്. ഞാനൊരു ചെറിയ തീം വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ ചില സെറ്റിംഗ്സുകളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളിലേക്ക് വരിക. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണെങ്കിൽ വീണ്ടും ഇതൊന്നും ചെയ്യേണ്ട കാര്യം തന്നെ ഇല്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓട്ടോ ഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയിലെ ചെറിയ മാറ്റങ്ങൾ ഒക്കെ വരുത്തി നോക്കുക. ഒറിജിനൽ അതുപോലെ ഇപ്പോഴത്തെ ഉള്ള വീഡിയോ, അതായത് ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരെ ക്ലിയർ ആക്കി നമ്മളുടെ വീഡിയോ തരും. ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റെബിലൈസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് നോക്കുക, റിമൂവ് ജെർക്കി ക്യാമറ മോഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ മൊബൈൽ ക്യാമറ ഒക്കെ വെച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. മൊബൈലിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ചില ചെറിയ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ഇത് ഡിറ്റക്ട് ചെയ്ത് അത് സ്റ്റെബിലൈസ് ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മറ്റൊരു ഓപ്ഷനാണ് ക്വിക്ക് ഫിക്സ് എന്നുള്ളതിന്റെ അടുത്തായിട്ടുള്ള ഓപ്ഷനാണ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കുറെ ഫിൽറ്ററുകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഒരെണ്ണം അപ്ലൈ ചെയ്തു. മറ്റൊരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. നോക്കുക, ഒറിജിനൽ വീഡിയോ ഇങ്ങനെയായിരുന്നു. ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലുള്ള ഫിൽറ്ററുകളൊക്കെ കൊടുക്കുക. നിങ്ങൾ നല്ലവണ്ണം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷനുകളുടെ ഒന്നും തന്നെ ആവശ്യം ഉണ്ടാകത്തില്ല. ഞാനിവിടെ റിവേർട്ട് ടു ഒറിജിനൽ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഒറിജിനൽ വീഡിയോ തന്നെയാണ് അപ്ലോഡ് ചെയ്യേണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഒറിജിനൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സേവ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ചെയ്ത ചേഞ്ചസുകൾ സേവ് ചെയ്യട്ടെ എന്നാണ്. നിങ്ങളിവിടെ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ വീഡിയോ മാനേജറിൽ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പേര് ഈ വീഡിയോ കണ്ടു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ ആരെങ്കിലും കമന്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം. ലൈക്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണാം. ഡിസ്ലൈക്സ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഇനി മെയിൻ ആയിട്ടുള്ള നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ലാസ്റ്റ് പ്രോസസ്സാണ്. അതിനായിട്ട് ഈ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇൻഫോ ആൻഡ് സെറ്റിംഗ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ ആഡ്സനുമായിട്ട്
ലിങ്ക് ചെയ്തിട്ടില്ല, അതേപോലെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആദ്യം നിങ്ങൾ വീഡിയോകൾ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. കുറഞ്ഞത് ഒരു 10-20 വീഡിയോയെങ്കിലും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഗൂഗിൾ ആഡ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അതിൽ ഗൂഗിൾ ആഡ്സൻസ് അപ്രൂവ് ആകുന്നതിന് കുറെ സമയം എടുക്കും. നിങ്ങളുടെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുക. ആളുകൾ നിങ്ങളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങിയതിന് ശേഷം മാത്രം ഗൂഗിൾ ആഡ്സിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് പ്രൈവറ്റ് എന്നുള്ളതാക്കിയിരുന്നു. ഇതിപ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ മാത്രം ഈ വീഡിയോ നമുക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. ഇനി ഞാൻ ഇവിടെ നിന്നും പബ്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോയെ കുറിച്ച് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ അവർക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മളുടെ വീഡിയോ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ വീണ്ടും പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ പബ്ലിക് എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ എന്താണോ കണ്ടന്റ് അതിവിടെ എഴുതുക. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളുടെ വീഡിയോയുടെ നിങ്ങൾ കൊടുത്ത ഹെഡിങ് ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഈ വീഡിയോ അവരുടെ മെയിലിലും അതേപോലെ അവർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇത് ലഭിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിന്റെ വലുപ്പം, ഈ ബോക്സിന്റെ വലുപ്പം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതേപോലെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഇതിന്റെ വലുപ്പം ഇവിടെ നിങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതിനുശേഷം അടുത്ത ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. പബ്ലിഷ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൾ ചേഞ്ചസ് ഹാവ് ബീൻ സേവ് എന്ന് എഴുതി കാണിച്ചു. ഈ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങളിപ്പോൾ വീഡിയോ മാനേജറിൽ വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നിങ്ങൾ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. വീണ്ടും ഇതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. നോക്കുക, നമ്മളുടെ വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഒരു ലോക്ക് ചിഹ്നമായിരുന്നു കാണുന്നത്. ഇപ്പോൾ ഇത് മാറി പബ്ലിഷ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ കർസർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പബ്ലിക് എന്നാണ് എഴുതി കാണിക്കുന്നത്. അതേപോലെ എഡിറ്റ് ഇൻ പ്രോഗ്രസ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇത് എഡിറ്റിംഗ്, നമ്മൾ ചെയ്ത ചില എഡിറ്റിങ്ങുകളൊക്കെ ഇവിടെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അവർക്കെല്ലാം ഈ വീഡിയോ എത്തുന്നതാണ്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം. അതേപോലെ ഡിസ്ലൈക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇപ്പോൾ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. അതേപോലെ ഗൂഗിൾ ആഡ്സനുമായിട്ട് ഇത് ലിങ്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനൂടെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഏത് ജിമെയിൽ ID ഉപയോഗിച്ചാണോ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിരിക്കുന്നത് ആ മെയിൽ ID ഉപയോഗിച്ചായിരിക്കും നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസ് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തന്ന എഡിറ്റിംഗ് പ്രോസസ്സിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണേൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്നും അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ എഡിറ്റ് എൻഹാൻസ് എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നിന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നതേ ഉള്ളൂ. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ, അതേപോലെ നിങ്ങൾക്ക് ഫിൽറ്ററുകൾ കൊടുക്കാനും മറ്റും സാധിക്കും. നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇടുന്ന വീഡിയോ ആണെങ്കിൽ ആ ഓപ്ഷനുകളൊന്നും തന്നെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ മാനേജറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ചാനലാണ്. ഞാൻ അതുകൊണ്ട് ഇത് ഇവിടെ നിന്നും പബ്ലിക് എന്നുള്ളത് മാറ്റി പ്രൈവറ്റ് എന്നുള്ളത് ആക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ ചേഞ്ചസ് വരുത്തിയതിനു ശേഷം സേവ് ചേഞ്ച് എന്നുള്ള ഓപ്ഷന് പ്രസ് ചെയ്യുക. ഇതിപ്പോൾ നോക്കുക, പബ്ലിക് എന്നുള്ളതായിരുന്നു നേരത്തെ ഇവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ പ്രൈവറ്റ് എന്നുള്ളതാണ്. ഒരു ലോക്ക് ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ പ്രൈവറ്റ് വീഡിയോ ആയിട്ട് മാറി. ഇതിനി ആർക്കും കാണാൻ സാധിക്കത്തില്ല. നിങ്ങൾ വീഡിയോകൾ എല്ലാം തന്നെ കാണുക. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.